ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നന്ദകുമാർ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഇസ്രയേലിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രയേൽ നവീകരണത്തിന്റെയും സാങ്കേതിക നേതൃത്വത്തിന്റെയും ശക്തികേന്ദ്രമാണെന്നും ഇത് ഭാവിയിലേക്കുള്ള പങ്കാളിത്തത്തിന് സ്വാഭാവിക അടിത്തറ സൃഷ്ടിക്കുമെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് ദ നെസറ്റ് മെഡൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും ഇന്ന് അവലോകനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ചെന്നൈയിലെത്തിയ സംഘം ജില്ലാ കളക്ടർമാരുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തും. തമിഴ്നാട്ടിൽ 234 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eca.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ഇസിഐ നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. വരാനിരിക്കുന്ന പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നത് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. പുതുച്ചേരിയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടർ പട്ടിക പൂർത്തിയായെന്നും യോഗ്യരായ ഒരു വോട്ടറെയും ഒഴിവാക്കിയിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. 280 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആക്കുളം ചേറ്റുവ ജലപാതയുടെ ആദ്യഘട്ടം ഇന്ന് വർക്കലയിലെ ചിലക്കൂർ ബീച്ച് പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മൾട്ടി മോഡൽ ലോജിസ്റ്റിക് ഹബ്, രാജ്യത്തെ മുൻനിര ജലാധിഷ്ഠിത ടൂറിസം കേന്ദ്രം എന്നീ നിലകളിലുള്ള കേരളത്തിന്റെ വളർച്ചയെ ഇത് വേഗത്തിലാക്കും. പട്ടയമേള സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാവിലെ തൃശൂർ ടൌൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി ആർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിന്റെ സ്വന്തം ഇലക്ട്രിക് സൈക്കിളായ കെഇ സൈക്കിളിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കോസ്റ്റക്കും തിരുവനന്തപുരം റോട്ടറി ക്ലബ്ബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശമുണ്ടെന്ന സുപ്രീംകോടതിയുടെ നിരീക്ഷണത്തെ തുടർന്ന് പാഠപുസ്തകത്തിന്റെ വിതരണം നിർത്തിവച്ചതായി എൻസിഇആർടി. സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിന്റെ വിതരണമാണ് നിർത്തിവച്ചത്. പിഴവ് പറ്റിയതിൽ മാപ്പ് പറയുന്നതായും എൻസിഇആർടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹോളി ഉത്സവകാലത്ത് യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ ട്രെയിൻ സർവീസുകൾ നടത്താൻ തീരുമാനിച്ച് ഇന്ത്യൻ റെയിൽവേ. അടുത്ത മാസം 18 വരെ വിവിധ റെയിൽവേ സോണുകളിലായി 1244 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇന്ന് നാടിന് സമർപ്പിക്കും. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലാണ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ റീജിയണൽ ആർക്കൈവ്സുകൾ സൂക്ഷിച്ചിരിക്കുന്ന 14ാം നൂറ്റാണ്ട് മുതലുള്ള താളിയോല രേഖകൾ ഈ കേന്ദ്രത്തിലേക്ക് മാറ്റി സജ്ജീകരിക്കും. പിഎം വിശ്വകർമ്മ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രദർശന വിപണന മേളയായ അനന്തപുരി ഫെസ്റ്റ് 2026 തിരുവനന്തപുരത്ത് തുടക്കമായി. കിഴക്കേക്കോട്ട ഇ.കെ. നായനാർ സ്മാരക പാർക്കിൽ നാളെ വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കരകൌശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിനും വിപണനത്തിനുമായി 50ഓളം സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രദർശനം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കണ്ണൂർ പേരാവൂരിൽ സംസ്ഥാനത്തെ കർഷക സംഘടനാ നേതാക്കളുമായും കർഷകരുമായും സംവാദം നടത്തും. വയനാട്ടിൽ കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപന കർമ്മത്തിനാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. ആൻഡമാൻ നിക്കോബാർ, വടക്കൻ ഉൾനാടൻ, കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നൽ, ശക്തമായ കാറ്റ് എന്നിവയോടുകൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ നാളെ വരെ നേരിയ മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 7 ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ പരമാവധി താപനിലയിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനവുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ദുർബലമായി. കേരളത്തിൽ അടുത്ത മാസം 1 വരെ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റെയിൽ പാഴ്സൽ ആപ്പ് ആരംഭിച്ചു. സൌത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദരാബാദിലെ റെയിൽ നിലയത്തിൽ ആരംഭിച്ച പുതുതലമുറ ആപ്പ് ജനറൽ മാനേജർ സഞ്ജയ് കുമാർ ശ്രീവാസ്തവ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.